നമസ്കാരം. ഈ വീഡിയോ ആസിഫ് അലിയെ കുറിച്ചിട്ടാണ്. ഞാൻ ആസിഫ് അലിയോടൊപ്പം ഒരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട്. വിജയ് സുബ്രും പൗർണമി എന്നാണ് ആ പടത്തിൻ്റെ പേര്. അത് 100 ദിവസം ഓടിയതിൻ്റെ ഒരു സമ്മാനമൊക്കെ കിട്ടിയതാണ് ഇവിടെ ഇരിക്കുന്നത്. നമ്മൾ പണ്ട് കാലത്ത് പറയുമായിരുന്നു, ഒരാളുടെ വാക്കിനെയല്ല വിശ്വസിക്കേണ്ടത്, പ്രവൃത്തിയാണ്. അപ്പം അതിൻ്റെ കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വേർഷൻ ഇറങ്ങിയിട്ടുണ്ട്. പ്രവൃത്തി പോലും ഒരാൾക്ക് വേണമെങ്കിൽ ഫേക്ക് ചെയ്യാം. നമ്മൾ വിശ്വസിക്കേണ്ടത് ഒരാളോടൊപ്പം നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വൈബിനെയാണ്. ട്രസ്റ്റ് യുവർ വൈബ് എന്ന് പറയാം. ആസിഫിനോടൊപ്പം ആ സിനിമയിലുണ്ടായിരുന്ന സാഹചര്യങ്ങളിൽ എനിക്കുണ്ടായ ചില അനുഭവങ്ങൾ മാത്രം പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. സിനിമയുടെ ലോകത്തിലേക്ക് എത്തിപ്പെട്ടപ്പോൾ എനിക്ക് എൻ്റെതായ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. ഒരു ഡിസ്പ്ലേസ്ഡ് ഫീൽ എനിക്കുണ്ടായിരുന്നു. പിന്നെ ഓഫ് കോഴ്സ് ക്യാമറയുടെ മുമ്പിൽ അഭിനയിക്കാനൊന്നും അങ്ങനെ സ്കിൽഫുൾ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല ഞാൻ. ആസിഫ് എൻ്റെ ആ ഒരു സമയത്ത് ഇടപെട്ട 2 കാര്യങ്ങൾ പറയാം. ഒന്ന്, ഈ ബ്രേക്കിൻ്റെ സമയത്തൊക്കെ പ്രൊഡക്ഷൻ്റെ ഫുഡ് ഉണ്ടാവും. അപ്പോൾ ഒത്തിരി പേര് ടെക്നീഷ്യൻസൊക്കെ അവിടെ നിന്ന് ഇങ്ങനെ ക്യൂവിലൊക്കെ നിന്ന് കഴിക്കുന്നുണ്ടാവും. അപ്പോൾ ആസിഫ് എന്നോട് പറഞ്ഞു, ജോസഫേ, താനങ്ങനെ പുറത്തുനിന്ന് കഴിക്കരുത്, എൻ്റെ കാരവാനിലൊന്ന് കഴിച്ചോളണം. ഇത് അകത്ത് കയറി ഇവിടെ ഇരുന്ന് കഴിച്ചാൽ മതി, ചിലപ്പോൾ ഞാൻ ചില സ്പെഷ്യൽ ഫുഡൊക്കെ ഓർഡർ ചെയ്യും, നമുക്കിത് കഴിക്കാം എന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. വിജയ് സുബ്രും പൗർണമി സിനിമയുടെ എൻ്റയർ ഷൂട്ടിങ്ങിൽ ഞാൻ ഭക്ഷണം കഴിച്ചത് ആസിഫിൻ്റെ ഒപ്പം കാരവാനിലാണ്. അതിൽ ആസിഫിൻ്റെ സുഹൃത്തുക്കളുണ്ട്, ഒരു വലയുണ്ട് അദ്ദേഹത്തിന്. ഗണപതി വരും, അർജുന അശോകൻ വരും, അജു വർഗീസ് ഉണ്ട്. ഇവരുടെ ഒപ്പം തന്നെ എന്നെയും ആ ടീമിൽ ഒരാളായിട്ട് കരുതി ഇങ്ങനെ മാറ്റി നിർത്തപ്പെടാതെ ഒരു ഫീല് കിട്ടുക. ആ ഒരു ഷൂട്ടിംഗ് സമയത്ത് മൊത്തം ഞാൻ അദ്ദേഹത്തിൻ്റെ കാരവാനിലും അദ്ദേഹത്തിൻ്റെ ഒപ്പം ആയിരുന്നു. അതിനുശേഷം ഈ പടം 100 ദിവസം ഇതിൻ്റെ സക്സസ് സെലിബ്രേഷൻ നടക്കുകയാണ്. എനിക്കൊക്കെ അത് പുതിയ കാര്യങ്ങളാണ്. വലിയ സെലിബ്രിറ്റീസ് ഒക്കെ വരുന്നു, ബിഗ് ഷോട്ട്സ് ആണ് എല്ലാം സെലിബ്രേഷന് വരുന്നത്. അന്ന് സിദ്ദിഖൊക്കെ ഉണ്ടായിരുന്നു, ആന്റണി പെരുമ്പാവൂർ, രമേഷ് പിഷാരടി, കുഞ്ചാക്കോ ബോബൻ, ഇങ്ങനെ ഒത്തിരി പേരുകൾ വരുന്നു. പിന്നെ എനിക്കൊരു അഗെയിൻ ഇവിടെ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്നൊരു കൺഫ്യൂഷനിലൊക്കെ ഞാൻ ആദ്യം കുറച്ച് നേരം ഫ്രണ്ടിലിരുന്നു, പിന്നെ കുറച്ച് നേരം പുറകിൽ പോയിരുന്നു. അന്ന് വന്നവരൊക്കെ ഈ പടത്തെക്കുറിച്ചും അഭിനയിച്ചവരെ കുറിച്ചും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒരാൾ പോലും നമ്മുടെ പേര് റെഫർ ചെയ്യുന്നില്ല. റെഫർ ചെയ്യേണ്ട കാര്യമില്ല, കാരണം അതൊരു ഇമ്പോർട്ടൻറ്റ് റോളൊന്നും അല്ല. പക്ഷേ ആസിഫ് അവസാനം മൈക്ക് കിട്ടി സംസാരിക്കാൻ തുടങ്ങി. അദ്ദേഹം ഓരോരുത്തർക്കും ഇങ്ങനെ നന്ദി പറയുന്നു. പെട്ടെന്ന് ചിരിച്ചുകൊണ്ട് അദ്ദേഹം പറയാണ്, പിന്നെ എനിക്ക് പറയാനുള്ളത്, ജോസഫ് അന്നംകുട്ടി ജോസ്, വെൽക്കം ടു മലയാളം ഫിലിം ഇൻഡസ്ട്രി എന്നൊരു വാചകം അദ്ദേഹം എന്നെ ഓർത്ത് പറഞ്ഞു. അദ്ദേഹം മാത്രമാണ് അന്നത് പറഞ്ഞത്. ഇത് രണ്ടാമത്തെ കാര്യം. ഈ പടം കഴിഞ്ഞതിന് ശേഷമാണ് ദൈവത്തിൻ്റെ ചാരന്മാർ എന്ന് പറയുന്ന പുസ്തകം ഞാൻ എഴുതുന്നത്. അപ്പം അതിൻ്റെ ഒരു കവറൊക്കെ ഡിസൈൻ ആയി കഴിഞ്ഞപ്പോൾ എനിക്ക് സിനിമയിൽ കുറച്ച് കോണ്ടാക്ട്സ് ഒക്കെ ആയി, വലിയവരും ചെറിയവരൊക്കെ ആയിട്ട്. അപ്പം ഞാനിത് ഒരാളെ കൊണ്ട് ഷെയർ ചെയ്യിപ്പിക്കാൻ നേരത്തെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു. അദ്ദേഹം അത് കണ്ടു, പക്ഷെ ഒന്നും പറഞ്ഞില്ല. അപ്പം എനിക്ക് തോന്നി, എന്തിനാണെങ്കിലും ഓരോരുത്തരെ കൊണ്ടൊക്കെ ഷെയർ ചെയ്യിപ്പിക്കുന്നത്, ബുക്ക് നല്ലതാണ്, ഇത് വിറ്റ് ബുക്കോളും എന്നൊരു ധാരണയിൽ ഈ കവർ പിക്ക് മാത്രം വെറുതെ എൻ്റെ അടുത്ത് ബുക്കിൻ്റെ കവറാണ് എന്ന് പറഞ്ഞ് സിനിമയിലും അല്ലാതെയുള്ള കുറച്ച് സെലിബ്രിറ്റി സുഹൃത്തുക്കൾക്ക് ഞാൻ അയച്ചു കൊടുത്തു. അതിൽ ആസിഫ് അലി അത് സ്റ്റോറി ആക്കി ഇട്ടു. ഉപദേശി ഈസ് ബാക്ക് വിത്ത് എ ബുക്ക് എന്ന് പറഞ്ഞ്, ഓൾ ദ ബെസ്റ്റ് മാൻ എന്ന് പറഞ്ഞൊരു സ്റ്റോറി അദ്ദേഹം ഷെയർ ചെയ്തു. സത്യത്തിൽ എൻ്റെ ബുക്കിൻ്റെ കവർ പേജ് റിലീസ് ചെയ്തൊരു ഇവൻറ്റ് പോലെ ഞാനതിനെ കാണുന്നു. ചോദിക്കാതെ ചെയ്തതാണ്. വിജയ് സുബ്രും പൗർണമിയുടെ ഷൂട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വൈഫ് ഹൗസിൻ്റെ അടുത്താണ് ഈ ഷൂട്ട് നടക്കുന്നത്. അന്ന് ഷൂട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എടോ ഇന്നൊരു പാക്കപ്പ് പാർട്ടിയൊക്കെ ഉണ്ടാവും, കഴിഞ്ഞ് പിറ്റേ ദിവസം എൻ്റെ വൈഫ് ഹൗസിൽ ഒരു ലഞ്ച് ഉണ്ടാവും, താൻ വരണം. ഞാൻ തന്നെയും ജിസിനെയും ബാലു വറീസിനെയും വിളിച്ചിട്ടുള്ളൂ. നിങ്ങൾ ആലോചിക്കണം, ഞാൻ ഒരു ന്യൂ കമറാണ്, ഭയങ്കര ഇമ്പാക്ട്ഫുൾ റോളൊക്കെ ചെയ്ത് ആസിഫിനെ കട്ടക്കി നിൽക്കുന്ന ഒരാളല്ല. പക്ഷേ കൂടെ ആയിരിക്കുന്ന ഒരാൾക്ക് ഒരു ഡിസ്പ്ലേസ്ഡ് ഫീൽ വരുത്താതെ അദ്ദേഹം ത്രൂ ഔട്ട് നോക്കിയെന്നുള്ളതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, ഒരു വ്യക്തിയുടെ ആക്ഷൻസിനെ പോലും നമുക്ക് ചിലപ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല, പക്ഷെ അയാളോടൊപ്പം ആയിരിക്കുമ്പോൾ അയാൾ നൽകുന്ന ഒരു വൈബ് അത് വലുതാണ്. ഇപ്പം നിങ്ങളെന്നോട് ചോദിക്കുകയാണെങ്കിൽ, ആസിഫ് എന്ന് പറയുന്ന ഒരാളുടെ സൗഹൃദ വലയത്തിലൊന്നും ഞാനില്ല, പക്ഷേ വല്ലപ്പോഴൊക്കെ മെസ്സേജ് റിപ്ലൈ അയക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ തലവൻ സിനിമ ഇറങ്ങിയപ്പോൾ ഞാൻ ജിസ് ജോയുടെ ഡയറക്ടർ, അദ്ദേഹം ഞങ്ങളുടെ സുഹൃത്തുക്കളാണ്. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ പടം നമുക്ക് സൂപ്പർ ഹിറ്റ് ആക്കണം, ആസിഫിന് ഒരു മസ്റ്റായിട്ടൊരു വലിയൊരു സക്സസ് വേണം, അതുപോലെ ഇതിൻ്റെ പ്രീമിയർ ഷോയ്ക്ക് ദൈവം ഇതെനിക്കൊരു ടിക്കറ്റ് തരണം. അതിന് മുമ്പത്തെ അദ്ദേഹത്തിൻ്റെ ഒരു പടത്തിനൊന്നും ഞാനത് ചോദിച്ചിട്ടില്ല, കാരണം ഈ പടം ഹിറ്റാവണം എന്നൊരു സന്തോഷം, ആഗ്രഹം ഉണ്ടായിരുന്നു. അന്ന് ആസിഫ് അറിഞ്ഞിട്ടുണ്ടെന്നതോട് ഞാൻ ആ പടം കാണാൻ വന്നിരുന്നു. പടം കഴിഞ്ഞ് നമുക്കറിയാം കംബാക്കാണ് ആസിഫിൻ്റെ. പുറത്തിരുന്നവരൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഞാൻ ജിസേട്ടനോട് അതിനെക്കുറിച്ച് ഫോളോ അപ്പ് ചെയ്യുന്നു, ഞാൻ അതിനെക്കുറിച്ചൊരു സ്റ്റോറി ഇടുന്നു. ഇതെല്ലാം ചെയ്തത് ഒരാളും ചോദിച്ചിട്ടില്ല, കാരണം അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോൾ നൽകിയൊരു വൈബാണ്. കോപ്പ അമേരിക്ക കഴിഞ്ഞ അർജന്റീന വിൻ ചെയ്തു. ആ ടൂർണമെൻറ്റിൽ ടോപ്പ് സ്കോറർ ആയത് ലൗത്താരോ മാർട്ടീനസ് എന്നൊരു പ്ലെയറാണ്. അദ്ദേഹത്തിനെ കുറിച്ചുള്ള ഒരു ചീത്തപ്പേര് എന്ന് പറഞ്ഞാൽ ക്ലബിന് വേണ്ടി കളിക്കുകയും രാജ്യത്തിന് വേണ്ടി കളിക്കുകയും ചെയ്യില്ല എന്നുള്ളതാണ്. ഇത്തവണ കളി തുടങ്ങിയപ്പോൾ
ഫസ്റ്റ് മാച്ചിൽ പെനാൽറ്റി വീണ് കിട്ടി. അപ്പം മെസ്സിയാണ് ബൈ ഡിഫോൾട്ട് ആ പെനാൽറ്റി എടുക്കേണ്ടത്. മെസ്സി പറഞ്ഞു, ലൗട്ടാരോട് പറഞ്ഞു, മാർട്ടിനസ് നീ വന്ന് കിക്കെടുക്ക്. അങ്ങനെ മാർട്ടിനസ് ഗോൾ അടിച്ചിട്ട് നേരെ പോയി മെസ്സിയെ കെട്ടിപ്പിടിക്കുന്നു. അപ്പം മെസ്സിയോട് ചോദിച്ചു, നിങ്ങൾക്ക് കിട്ടിയ ഒരു അവസരം, ഇന്റർനാഷണൽ ഗോൾസിൽ ടോപ്പ് സ്കോർ ആവാൻ കിട്ടുന്ന ഒരു അവസരം എന്തിനാണ് ലൗതാരയ്ക്ക് കൊടുത്തത്? അവനെ ഒന്ന് പൊക്കിക്കൊണ്ട് വരണം, അവൻ കിടിലൻ കളിക്കാരനാണ്, ബട്ട് ഹി നീഡ് സം സപ്പോർട്ട്. അതിനുശേഷം 2 കളിയിൽ മെസ്സി പരിക്ക് പറ്റി കിടന്നപ്പോൾ ഗോൾ അടിച്ചത് ലൗതാരോ മാർട്ടിനസ് ആണ്. അതിൻ്റെ ഓരോ ഗോളിന് ശേഷം അയാൾ കളിയുടെ ഗ്രൗണ്ടിൽ നിന്ന് പുറത്തേക്ക് ഓടി മെസ്സിയെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഗസ് വാട്ട്? കോപ്പ അമേരിക്ക ടൂർണമെന്റിന്റെ ടോപ്പ് സ്കോറർ ലൗതാരോ മാർട്ടിനസ് ആയിരുന്നു. ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. എവിടെയായിരുന്നാലും മനുഷ്യരെ ഒരിക്കലും തല കുനിയാൻ അനുവദിക്കരുത്. ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ആരുമില്ല എന്നൊരു തോന്നൽ ഒരാൾക്കും കൊടുക്കാതിരിക്കലാണ് ഒരു മനുഷ്യൻ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം. ലജ്ജ കൊണ്ട് തല കുനിക്കാൻ അനുവദിക്കാതിരിക്കുക. ഞാനാകെ ഡിസ്പ്ലേസ്ഡ് ആയല്ലോ എന്നുള്ളൊരു തോന്നൽ നൽകാതെ കൂടെ ചേർക്കുക എന്നുള്ളതാണ് ഏതൊരു ലീഡറിനും മനുഷ്യനും ചെയ്യാവുന്നത്. ഇത് ആസിഫ് അലി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ ഗ്ലോറിഫൈ ചെയ്യാനുള്ളൊരു വീഡിയോ അല്ല. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ആയിരുന്നപ്പോൾ ഞാൻ അനുഭവിച്ചത്, ഞാൻ കണ്ടത് മാത്രമല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിൻ്റെതായ ഡ്രോബാക്സ് ഉണ്ട്, ബട്ട് അദ്ദേഹത്തോടൊപ്പം സ്പെൻഡ് ചെയ്ത സമയം ഇറ്റ് വാസ് എ നൈസ് വൈബ്. ആസിഫ് ഈ വീഡിയോ കാണുമോ എന്നുപോലെ എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ റീസെൻ്റ്ലി ഉണ്ടായ ഒരു ഇൻസിഡൻറ്റിലൊക്കെ എനിക്ക് തോന്നിയ കാര്യം, ആസിഫിനെ അന്ന് കണ്ട സമയത്ത് ഒരുപാട് ഞാൻ ചിരിച്ച് കണ്ടിട്ടുണ്ട്. എല്ലാവരും പറയുന്ന പോലെ ആസിഫിൻ്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പുഞ്ചിരി കഴിഞ്ഞ ദിവസം കണ്ടതാണെന്ന് കരുതുന്നു. നമ്മൾ ആരായിരുന്നാലും എവിടെയായിരുന്നാലും നമ്മുടെ കൂടെയുള്ള മനുഷ്യർക്ക് നമ്മൾ കൊടുക്കുന്ന വൈബ്, ഈ വൈബിനെ നമുക്ക് പറ്റിക്കാൻ പറ്റില്ലെന്നേ. നമ്മൾ സ്നേഹത്തോടെ സാറ് ചായ വേണോ, സാർ അത് ചെയ്തു തരണോ എന്നൊക്കെ ചോദിച്ചാലും ചെയ്തു തന്നാലും ഒരു മനുഷ്യൻ നൽകുന്ന വൈബ് അത് വളരെ പ്രഷ്യസാണ്. നല്ല വൈബ് കൊടുക്കുകയും വാങ്ങിക്കുകയും ചെയ്യുന്ന മനുഷ്യരാകുന്നിടത്താണ് നമ്മൾ സക്സസ്ഫുൾ ആവുന്നത്. അതിൽ എത്ര വലിയ പ്രശസ്തി കിട്ടിയാലും അവാർഡ് കിട്ടിയാലും ഒരാളുടെ കൂടെ നമ്മളായിരിക്കുമ്പോൾ നമുക്ക് എന്താണ് തോന്നുന്നത്? That's important. Thank you.